ഈ സോളാർ എന്ന് പറയുന്ന സംഭവം പണ്ട് വലിയ ഹൈ ക്ലാസ് ആളുകൾക്ക് മാത്രമേ പറ്റുള്ളൂ എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു. വലിയ കാശുള്ള വീടുകളിൽ സാധാരണക്കാരന് ഇത് അഫോർഡബിൾ ആണ്. അന്ന് അഫോർഡബിൾ ആയിരുന്നില്ല. കാരണം ഇപ്പം നമ്മൾ മൊബൈൽ ഫോണിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ തന്നെ പണ്ട് വളരെ സാമ്പത്തിക ശേഷിയുള്ള ആളുകൾക്ക് മാത്രമേ നമ്മൾ മൊബൈൽ ഫോണൊക്കെ ഉപയോഗിക്കാനായിട്ടുള്ള അത്രയും വലിയ കോസ്റ്റായിരുന്നു. അതുപോലെ തന്നെ പല ടെക്നോളജികളും വന്നപ്പോൾ ടി വി അങ്ങനെയായിരുന്നു, കാറുകൾ അങ്ങനെയായിരുന്നു, ടൂ വീലർ അങ്ങനെയായിരുന്നു, സൈക്കിൾ പോലും അങ്ങനെയായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ സോളാറിനും ഒരു കാലം ഉണ്ടായിരുന്നു. അതായത് വളരെ സാമ്പത്തിക ശേഷിയുള്ള അന്ന് കാലത്ത് അതത്രയും പ്രചാരത്തിലില്ലാതിരുന്ന സമയത്ത് അതിൻ്റെ മാനുഫാക്ചറിങ് കോസ്റ്റ് വളരെ അധികമായിരുന്നതുകൊണ്ടാണ് പിന്നെ ആളുകൾ കൂടുതൽ ഉപയോഗത്തിൽ വരുമ്പോൾ പോപ്പുലറാകുമ്പോൾ അതിൻ്റെ കോസ്റ്റ് അത്രയും ബൾക്കായിട്ട് നമ്മൾ മാനുഫാക്ചറിങ് കാര്യങ്ങൾ വരുമ്പോൾ അതിന് ചിലവ് കുറഞ്ഞു വരികയും സാധാരണക്കാർക്കും കൂടി അഫോർഡ് ചെയ്യാൻ പറ്റാവുന്ന ഒരു തരത്തിലേക്ക് അതിൻ്റെ പ്രൈസ് താഴെയാണ് ചെയ്യാറുള്ളത്. ഇപ്പോൾ ഒരു സാധാരണ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിക്ക് സോളാർ വീട്ടിൽ വയ്ക്കണമെങ്കിൽ എന്ത് ചിലവ്? അത് നമ്മൾ കറണ്ട് ബില്ലിനെ ആശ്രയിച്ചാണ്. എന്നിരുന്നാൽ കൂടെ നമുക്ക് വേണമെങ്കിൽ പറയാം ഒരു 6000 രൂപ വരേക്കുള്ള ഒരു ബില്ലിനിടയിൽ ഒരു 2 AC ഒക്കെ ഉപയോഗിക്കുന്ന ഏതാണ്ട് മിഡിൽ ക്ലാസ് എന്ന് പറയുന്നവർക്ക് ഒരു 6000 രൂപ വരേക്കായിരിക്കും മിക്കവാറും അവരുടെ കറണ്ട് ബില്ല് വരിക. അതെ 2 മാസം കൂടുമ്പോൾ. അപ്പോൾ അവർക്കൊരു 3 കിലോവാട്ട് സഫീഷ്യൻ്റ് ആയിരിക്കും. അപ്പോൾ ഒരു 6000 രൂപ 2 മാസത്തേക്കൊക്കെ കറണ്ട് ബില്ല് വരുന്ന ഫാമിലിക്ക് ഈസി ആയിട്ട് അഫോർഡ് ചെയ്യാൻ പറ്റും സോളാർ. തീർച്ചയായിട്ടും. മാത്രമല്ല ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിഡിൽ ക്ലാസ് മാത്രമല്ല, ഇപ്പോൾ വളരെ സാധാരണക്കാർക്ക് പോലും സോളാർ വയ്ക്കാവുന്ന തരത്തിൽ കേന്ദ്ര ഗവൺമെൻറ് 78,000 രൂപ സബ്സിഡി ആയിട്ട് തിരികെ കിട്ടുന്ന രീതിയിലുള്ള ഒരു സബ്സിഡി പ്രോഗ്രാം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, PM സൂര്യകർ എന്നുള്ളൊരു പേരിൽ. അതുകൂടാതെ നമ്മളുടെ ബാങ്കുകൾ വഴിയായിട്ട് ബാങ്ക് ലോൺ സോളാറിന് ഈടില്ലാത്ത വായ്പയാണ്. അത് മാത്രമല്ല ഈടില്ലാത്ത വായ്പ എന്ന് മാത്രമല്ല 5.25% പലിശയ്ക്ക് പോലും നമുക്ക് ലോണ് നമുക്കിപ്പോൾ ലഭ്യമാണ്. ഇപ്പോൾ സാധാരണക്കാരൻ സോളാർ വീട്ടിൽ വയ്ക്കണമെങ്കിൽ വെറും 5% ഇൻട്രസ്റ്റിൽ ബാങ്കിൽ നിന്ന് ലോൺ കിട്ടും. 5.75% നമുക്ക് ലോണ് ഇപ്പോൾ അവൈലബിൾ ആണ്. അതുകൂടാണ്ട് സെൻട്രൽ ഗവൺമെന്റ് സബ്സിഡി 70,000 രൂപ സബ്സിഡി നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ അതുകൂടാതെ ഈ ബാങ്ക് ലോണിന് ഒരുപാട് നൂലാമാലകളോ അല്ലെങ്കിൽ ഒരുപാട് ഡോക്യുമെന്റുകളോ ഹാജരാക്കേണ്ട ആവശ്യമില്ല. വളരെ മിനിമം KYC ഡോക്യുമെന്റുകൾ വെച്ചിട്ടാണ് ബാങ്കുകൾ ഈ ലോൺ പ്രൊവൈഡ് ചെയ്യുന്നത്. വളരെ ചെറിയ സമയത്തിനുള്ളിൽ തന്നെ ലോൺ സാങ്ഷനായി കിട്ടുന്നുണ്ട്. ഇത് മാത്രമല്ല, ഇതിൻ്റെ ഏറ്റവും വലിയ ആകർഷണം എന്ന് പറയുന്നത് നമ്മൾ കറണ്ട് ബില്ല് അടയ്ക്കുന്ന 2 മാസം കറണ്ട് ബില്ലായിട്ട് അടയ്ക്കുന്ന തുകയേക്കാൾ കുറഞ്ഞ തുകയെ മാത്രമേ നമ്മളുടെ ബാങ്കിന്റെ EMI അടയ്ക്കേണ്ടി വരുള്ളൂ. 2 മാസത്തേക്ക് 6000 രൂപ കറണ്ട് ബില്ല് ഒരു ഫാമിലി ആണെങ്കിൽ ഒരു വർഷം എത്ര രൂപ അടയ്ക്കണ്ടേ? തീർച്ചയായിട്ടും അവർക്ക് ഒരു 36 ഒരു 36,000 രൂപ അവർ കറണ്ട് ബില്ലായിട്ട് അടയ്ക്കേണ്ടി വരും. അതെ ഒരു മാസത്തേക്ക് 1500 രൂപയിൽ താഴെ ഒരു മാസത്തേക്ക് EMI വരുന്നുള്ളൂ. അത് 10 വർഷം അതിന് കാലാവധിൻ്റെ നമുക്ക് കാലാവധിക്ക് മുൻപ് വേണമെങ്കിൽ കൂട്ടി അടയ്ക്കുകയോ അതിന് മുന്നിൽ ക്ലോസ് ചെയ്യുകയോ ചെയ്യാം. അതിന് യാതൊരു അഡീഷണൽ ചാർജസും ബാങ്കുകൾ ഈടാക്കുന്നില്ല. 2-3 വർഷം കൊണ്ട് അടഞ്ഞു പോകും. ലൈഫ് ലോങ് ആയിട്ട് നമ്മൾ സോളാർ. അതെ തീർച്ചയായിട്ടും. നമ്മളത് എന്തായാലും നമുക്ക് ഒരിക്കലും കറണ്ട് ബില്ല് അടയ്ക്കാതിരിക്കുന്ന ഒരു സാഹചര്യം ആർക്കും സാധ്യമല്ല. KCB എത്രയും പെട്ടെന്ന് കണക്ഷൻ ഡിസ്കണക്ട് ചെയ്യും. അപ്പോൾ പക്ഷേ അതിനേക്കാളും ചെറിയൊരു തുക EMI അടയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും ഭാരപ്പെടുന്നില്ല സാധാരണക്കാർക്ക് പോലും. അതുകൊണ്ട് ഇനി ആർക്കും ധൈര്യമായിട്ട് വൈദ്യുതി ഉപയോഗിക്കാം, AC ഉപയോഗിക്കാം, അത്യാവശ്യം ഇലക്ട്രിക് വെഹിക്കിളുകൾ ഉപയോഗിക്കാം. ഒരു മണിക്കൂർ AC ഓഫ് ചെയ്യാൻ പേടിയാ, കറണ്ട് ബില്ല് കൂടുന്നത് ആ പേടിയെ വേണ്ട അല്ലേ? തീർച്ചയായിട്ടും ഒരു സോളാർ വിപ്ലവം തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം പ്രകൃതിദത്തമായിട്ടൊരു ഊർജ്ജ സ്രോതസ്സാണ് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത്. അത് അത്രയും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. അല്ല, എനിക്ക് പോലും ഇപ്പോൾ ഒരു ഇൻഫർമേഷൻ കിട്ടിയത്. കാരണം 5.25% പലിശയ്ക്ക് ലോൺ കിട്ടണോ 2-3 വർഷം കൊണ്ട് അടച്ചു തീരും. ലൈഫ് ലോങ് പിന്നെ നമ്മൾ കറണ്ട് ബില്ലിനെ പേടിക്കേണ്ട കാര്യമില്ലല്ലോ. തീർച്ചയായിട്ടും. ഞാൻ കഴിഞ്ഞപ്പോൾ സോളാർ വെച്ചു, ഇതിന് എന്തെങ്കിലും കംപ്ലൈന്റ് കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരും? പൊതുവെ ഏറ്റവും കംപ്ലൈന്റ് കുറഞ്ഞിട്ടുള്ള ഒരു സംവിധാനമാണ് സോളാർ ഓൺ ഗ്രിഡ്. വളരെ അപൂർവമായിട്ട് മാത്രമേ ഇതിന് നമുക്ക് എന്തെങ്കിലും മെയിൻ്റനൻസ് വേണ്ടി വരാറുള്ളൂ. അത് മാത്രമല്ല, ഇതിന്റെ ഏറ്റവും വലിയ ആകർഷണം എന്ന് പറയുന്നത് പാനലുകൾക്ക് കമ്പനികൾ ദീർഘകാലം വാറണ്ടി നൽകുന്നുണ്ട്. 25-30 കമ്പനിയിൽ നിന്ന് ഞാൻ സോളാർ വെച്ചു. ഒരു വർഷം കഴിഞ്ഞിട്ട് എന്തെങ്കിലും കംപ്ലൈന്റ് കാര്യങ്ങൾ വരികയാണെങ്കിൽ KPFB തീർച്ചയായും നമ്മൾ 8 വർഷം ഫ്രീ സർവീസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓരോ 6 മാസം കൂടുമ്പോഴും പാനൽ ക്ലീനിങ് ഉൾപ്പെടെ ആ പ്ലാന്റിന്റെ സോളാർ പ്ലാന്റിന്റെ മുഴുവൻ പരിരക്ഷയും നമ്മൾ ചെയ്തു വരുന്നുണ്ട്. നമ്മളവിടെ പോയിട്ട് പ്ലാന്റ് പ്രിവെന്റീവ് മെയിൻ്റനൻസ് എന്നാണ് പറയാ. അതിന്റെ മൊത്തം എല്ലാം ചെക്ക് ചെയ്ത് എല്ലാ കാര്യങ്ങളും അതിന്റെ ഔട്ട്പുട്ട്, അതെ പ്ലാന്റിന്റെ ആരോഗ്യം മൊത്തം നമ്മൾ ചെക്ക് ചെയ്ത് ഉറപ്പുവരുത്തി അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിട്ടാണ് വരുന്നത്. അത് 8 വർഷം ഓരോ 6 മാസത്തിലൊരിക്കൽ എന്നുള്ള നിലയിൽ നമ്മൾ 8 വർഷം 16 സർവീസുകൾ നമ്മൾ ഫ്രീ ആയിട്ട് നൽകി വരുന്നുണ്ട്. എനിക്കിപ്പോൾ ഒരു പുതിയ കാര്യം പറയട്ടെ, ഇപ്പോൾ ഒരു ഫോൺ പുതിയ ലേറ്റസ്റ്റ് വരുന്നുണ്ടെങ്കിൽ 1.25 ലക്ഷം രൂപ കൊടുത്തിട്ട് നമ്മൾ ഫോൺ വാങ്ങണം മൊബൈല്.
ഇപ്പൊ ഞാൻ എൻ്റെ ഒക്കെ വിചാരം ഭയങ്കര എക്സ്പെൻസീവ് ആണ് ഇതിന്റെ മെയിൻ്റെനൻസ്. ഇപ്പൊ 2.25 ലക്ഷം രൂപ 2 ലക്ഷം രൂപയ്ക്ക് ഇത് വീട്ടിൽ വെക്കാൻ നമ്മൾ ലൈഫ് ലോങ് പേടിക്കേണ്ട കറണ്ട് ബില്ലിനെ. തീർച്ചയായിട്ടും സോളാറിലേക്ക് ആളുകള് കടന്നു വരാനുള്ളൊരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ അതിനെപ്പറ്റി കൃത്യമായിട്ടുള്ള അറിവില്ലായ്മ. ജനറൽ അവയർനെസ് കിട്ടിയില്ല. തീർച്ചയായിട്ടും ഇതിന് ചെലവ് കൂടുതൽ വരുന്നുണ്ടോ, സോളാർ വെച്ചതിന് ശേഷവും പിന്നീടും നമുക്ക് ഒരുപാട് കറണ്ട് ബില്ല് അടയ്ക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാവും. അങ്ങനെയുള്ള ഒരുപാട് സംശയങ്ങൾ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ ഇടയിലുണ്ട്. പിന്നെ കുറെ പേര് അറിയാത്ത ആളുകൾ ഇത് ഇങ്ങനെ തെറ്റായിട്ടുള്ള വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നതും ആളുകൾ ഇതിലേക്ക് കടന്നു വരാനായിട്ട് ഒരു തടസ്സമായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു കസ്റ്റമറിനാണെങ്കിലും ആദ്യം അവരെ എഡ്യൂക്കേറ്റ് ചെയ്യും. സോളാർ കൊണ്ടുള്ള എന്തെല്ലാം ഗുണങ്ങളുണ്ട്, ഇനി അതെ എന്തെല്ലാം ഗുണങ്ങളുണ്ട്, ഏതെല്ലാം തരത്തിൽ ചെയ്താൽ എന്തെല്ലാം ഗുണദോഷങ്ങളുണ്ട്, അതിനെപ്പറ്റി കൃത്യമായിട്ട് അവർക്ക് വിവരിച്ചു കൊടുത്ത് നമ്മൾ ഒരു കാര്യം വളച്ചൊടിക്കുകയോ അവരിൽ നിന്ന് മറച്ചു വയ്ക്കുകയോ ചെയ്യുന്നില്ല. തീർച്ചയായിട്ടും അവരോട് കാര്യങ്ങളെല്ലാം പറഞ്ഞ് ബോധ്യപ്പെടുത്തിയതിന് ശേഷം മാത്രം അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ, ഇനിയിപ്പോൾ നമ്മളുടെ അടുത്തുനിന്നല്ല മറ്റൊരു പ്രൊവൈഡറുടെ അടുത്തുനിന്ന് അവർ സോളാർ വയ്ക്കുകയാണെങ്കിൽ പോലും അവർക്ക് വേണ്ട സാങ്കേതികമായിട്ടുള്ളതോ അല്ലെങ്കിൽ നിയമപരമായിട്ടുള്ള എന്ത് വിവരങ്ങളും അവർക്ക് വേണ്ടി പങ്കുവയ്ക്കാനും അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും നമ്മളെപ്പോഴും നമുക്ക് സന്തോഷമുണ്ട്. ഒരു ബിസിനസ് ഇത് മാത്രമല്ല, ഇല്ല, ഇത് തീർച്ചയായിട്ടും ഇതിനൊരു ബിസിനസ് ആണ്. എന്നിരുന്നാലും ബിസിനസ്സിലുപരി ഇതൊരു എന്താ പറയുക, ഒരു പ്രകൃതിദത്തമായിട്ടുള്ളൊരു ഊർജ്ജ സ്രോതസ്സാണ്. അതിനെ നമ്മൾ ഉപയോഗപ്പെടുത്തുക. ഇതൊരു നോബിളായിട്ടുള്ളൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. KPMG കൺട്രോൾസ് സോളാർ മാത്രമല്ല ചെയ്യുന്ന മറ്റൊരുപാട് സർവീസുകൾ ചെയ്യുന്നുണ്ട്. പക്ഷേ അതിനേക്കാളുപരി ഇത് ഇപ്പോൾ തീർച്ചയായിട്ടും നമ്മളുടെ കേരളത്തിലേക്ക് ആവശ്യമായിട്ടുള്ളതിൻ്റെ 1/3 പോലും ഇവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നില്ല. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നാണ് നമ്മൾ വൈദ്യുതി വാങ്ങുന്നത്. അത് പലതും തെർമൽ വൈദ്യുതി, അതായത് കൽക്കരിയെല്ലാം കത്തിച്ചിട്ട് അല്ലെങ്കിൽ ഡീസൽ വൈദ്യുതി നിലയങ്ങളിൽ നിന്നാണ്. അപ്പോൾ അങ്ങനെയുള്ള ഫോസിൽ ഫ്യൂവൽസിൻ്റെ ലഭ്യത ഇതുമൂലം കുറഞ്ഞു വരികയാണ്. അപ്പോൾ നമ്മൾ ഈ സോളാർ ഉപയോഗപ്പെടുത്തും. അതേപോലെ തന്നെ കാർബൺ എമിഷൻ ഉണ്ട്. ഈ പറഞ്ഞ വാതകങ്ങളും അല്ലെങ്കിൽ ഈ പറഞ്ഞ കൽക്കരിയും അല്ലെങ്കിൽ ഡീസലെല്ലാം കത്തുമുണ്ടാകുന്ന പുകയും കാർബണും ഇതെല്ലാം പുറന്തള്ളപ്പെടുന്നുണ്ട്. തീർച്ചയായിട്ടും എൻവയോൺമെന്റൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സംവിധാനമാണത്. തീർച്ചയായിട്ടും ഇതിന് ശബ്ദം ഉണ്ടാകുന്നില്ല, അല്ലെങ്കിൽ പുക പൊടി ഒരു മാലിന്യങ്ങളും ഒരു തരത്തിലുണ്ടാകുന്നില്ല. ഫ്രീ ആയി കിട്ടുന്ന ഈ സൗരോർജ്ജം നമ്മൾ ഉപയോഗപ്പെടുത്താണ് ചെയ്യുന്നത്. അപ്പോൾ അതൊരു നോബിളായിട്ടുള്ളൊരു കാര്യം തന്നെയായിട്ടാണ് ഞാനത് കാരണം കൊണ്ട് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. നമ്മൾ ചെയ്യുന്ന മറ്റെല്ലാ സർവീസിനേക്കാളും ഏറ്റവും അധികം എനിക്ക് ഈ സോളാറിനോടുള്ള ഒരു താല്പര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു നോബിളായിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ ചെയ്ത് കൊടുക്കണേ. അത് കിട്ടുന്ന ആൾക്കാർക്ക് മറ്റു സർവീസുകൾ എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ മറ്റേ CCTV ക്യാമറ വയ്ക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇൻവെർട്ടർ മറ്റു കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ അതിലുപരിയായിട്ട് തുടർച്ചയായിട്ട് ലോങ് ടൈമിലേക്ക് ഒരു വീടിൻ്റെ ചെലവുകളിൽ മാറ്റം വരുത്തുന്നത്, അല്ലെങ്കിൽ കറണ്ട് ബില്ലിനെ ഒഴിവാക്കുന്ന തരത്തിലുള്ള ഒരു വരുമാനം കിട്ടുന്ന ഒരു മാർഗം എന്ന് വേണമെങ്കിൽ ഒരു 10-20 വർഷം കറണ്ട് ബില്ല് അടച്ചിട്ട് എത്ര രൂപ ചെലവാകുന്നത്. തീർച്ചയായിട്ടും ഇതിൽ 2-3 വർഷത്തെ റിസ്ക് എടുത്താൽ പിന്നെ നമ്മള് അതെ വേണമെങ്കിൽ നമ്മൾ പറഞ്ഞില്ല 10 വർഷം വരേക്ക് ലോൺ കാലാവധി ഉണ്ട്. നമുക്കത് 10 വർഷം വരേക്ക് വേണമെങ്കിൽ ഉപയോഗപ്പെടുത്താം, അല്ലെങ്കിൽ നേരത്തെ അടച്ചു തീർക്കാം. ആ രീതിയിൽ പലതരത്തിലും ഇതിനൊരുപാട് സാധ്യതകൾ ഒരു കാര്യമാണ്. അതേപോലെ തന്നെ പിന്നെ ചെറിയ ഇപ്പോൾ കറണ്ട് ബില്ല് നമുക്കൊരു 2000 അല്ലെങ്കിൽ 3000 ഉള്ളൊന്നിരിക്കും. നമുക്ക് 6000 വരേക്കുള്ള ബില്ല് ഒഴിവാക്കാൻ തക്ക ശേഷി നമ്മൾ വയ്ക്കുന്ന 3 കിലോവാട്ട് ഈ സോളാർ പ്ലാന്റിലുണ്ട്. നമുക്ക് വേറൊരു കാര്യം ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഗ്യാസൊക്കെയാണ് കൂടുതൽ വീടുകളിൽ ഗ്യാസിലാണ് പാചകമൊക്കെ ചെയ്യുന്നത്. മിക്കവാറും വീടുകളിൽ 1 മാസം മുതൽ 1.5 മാസം വരെയാണ് ഒരു സിലിണ്ടർ നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുക. പക്ഷെ നമ്മൾ പരമാവധി നമ്മുടെ പാചകം ഇൻഡക്ഷൻ കുക്കർ ഉപയോഗിച്ചൊക്കെ പാചകം ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ഗ്യാസ് സിലിണ്ടർ ഉപയോഗിച്ച് 10 അല്ലെങ്കിൽ 1 വർഷം വരേക്കൊക്കെ ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. ആ രീതിയിൽ നമുക്ക് ഇതിനെ ഉപയോഗപ്പെടുത്താൻ പറ്റും. തീർച്ചയായിട്ടും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിലവിലുള്ള എല്ലാ ഊർജ്ജ സ്രോതസ്സുകളെ വെച്ച് നോക്കിയാൽ ഇലക്ട്രിക്കൽ എനർജിയാണ് ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ടുള്ള എനർജി. നമ്മളുടെ പൈസ വെച്ച് തീർച്ചയായിട്ടും ഇനിയിപ്പോൾ വാഹനങ്ങളും ഒരു 5 വർഷം കഴിയുമ്പോഴേക്കും നമ്മുടെ നാട്ടിലോടുന്ന ഒരു പകുതിയിലധികം വാഹനങ്ങൾ ഇലക്ട്രിക് വാഹനങ്ങളായിത്തീരാൻ എന്തായാലും സാധ്യതകൾ കാണുന്നുണ്ട്. ഇന്ത്യ മൊത്തം ഇലക്ട്രിക് അങ്ങനെ അത് തീർച്ചയായിട്ടും ഭാവിയിൽ അത് ആവാതിരിക്കാൻ വഴിയില്ല പല കാരണങ്ങൾ കൊണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് എന്താ പറയുക, ഒരുപാട് വൈദ്യുതിയുടെ ആവശ്യമുണ്ട്. നമ്മുടെ ഈ സോളാർ ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുമ്പോൾ നമുക്കൊരു പരിധി വരെ ഈ കാര്യങ്ങൾക്കൊക്കെ പരിഹാരം കാണാൻ വലിയൊരു വിപ്ലവം തന്നെയാണ്. KPMGക്ക് വലിയൊരു വിപ്ലവം ഇന്ത്യയിൽ സൃഷ്ടിക്കാൻ സാധിക്കട്ടെ. താങ്ക് യു.